എല്ലാ കൂട്ടുകാർക്കും ഇസൈവ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു കുഞ്ഞി കൂട്ടാനാണ്. നമ്മുടെ തക്കാളി കൊണ്ടുള്ള, ഞാൻ തക്കാളി ചമ്മന്തി എന്നാണ് പറയാറ്, തക്കാളി വാട്ടിയതെന്നും പറയും. അപ്പോ ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത് ഒരു 6 തക്കാളിയാണ്. പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഫ്രഷ് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. തക്കാളി ഉണ്ടല്ലോ, തൊലി കളഞ്ഞതാണ് കേട്ടോ. എപ്പോഴും ഞാൻ തൊലി കളഞ്ഞാണ് കറിക്കൊക്കെ ഉപയോഗിക്കാറുള്ളത്. ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് കറി ഉണ്ടാക്കുന്നതിലോട്ട് കിടക്കാം. സിമ്പിൾ കറിയാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ചോറിന് വേറെ ഒരു കറിയും വേണ്ട, ഈ ഒരു കൂട്ടാൻ മാത്രം മതി. നല്ല അസലായിട്ട് നമുക്ക് ചോറിനാം. അപ്പൊ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ചട്ടി വെച്ച്, ചട്ടി ചൂടായി കഴിയുമ്പോൾ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ പതിവ് പോലെ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. ഇപ്പൊ സവാളക്ക് പകരം ഉള്ളി എടുത്താലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്റെ കയ്യിൽ സവാളയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് കണ്ട് ഇപ്പൊ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊന്ന് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൈക്കണക്കാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണ്, കാശ്മീരി അല്ല. പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം നോക്കിയിട്ട് ഇടുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടാം കുറക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ തക്കാളി 6 എടുത്തേക്കണത് ഇവിടുത്തെ ആവശ്യത്തിനാണ് കേട്ടോ. ഇവിടെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാണ്. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതി. ഞാൻ 6 എടുത്തിട്ട് ആരും ഞെട്ടണ്ട. തക്കാളിയൊക്കെ വാടി വരുമ്പോഴത്തേക്ക് അധികമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഇതിപ്പോ ഒരു തക്കാളി വാട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു പറ ചോറിനാം. അത്രയും ടേസ്റ്റ് അല്ലേ നമുക്ക്. തക്കാളി ജസ്റ്റ് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ആ തക്കാളിയുടെ ചാറൊക്കെ ഇറങ്ങുമ്പോഴേ നല്ല ടേസ്റ്റാ. അപ്പൊ എന്തായാലും 6 തക്കാളി ഇരിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തായിരുന്നു. എന്നിട്ട് നന്നായിട്ട് അത് റോസ്റ്റ് ചെയ്തതിന് ശേഷം, പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ട് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. തക്കാളി നല്ലോണം വെന്തുടഞ്ഞു വരണം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അടിക്കൊന്നും പിടിക്കരുത്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ പാകത്തിന് തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വെള്ളമൊന്നും ഒഴിക്കേണ്ടാന്ന്. അത്യാവശ്യം നല്ല ചെറിയൊരു ഗ്രേവി പോലെയൊക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആയി. നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം, ഒന്ന് കയ്യിൽ കൊണ്ട് തന്നെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് മതി, ചോറിനാൻ ഇത് മതി, ഈ ഒരു കറി മതി. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ഈ വീഡിയോ ഇട്ട് വെക്കുന്നത്. അതും ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. കറി റെഡി, വേറെ ഒന്നും ചേർക്കണ്ട, ഇനി കറി റെഡി. അപ്പോൾ വേണമെങ്കിൽ സൈഡിൽ ഒരു ഉണക്കമീനോ ഇല്ലെങ്കിൽ ഒരു പപ്പടം ഒക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ തക്കാളി മാത്രം മതി, നമുക്ക് ചോറുണ്ണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. താങ്ക് യു.